ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അരിമാവ് ഉപയോഗിച്ചുള്ള ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യാനുസരണം ഉപ്പ്. ഈ അരിമാവ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾ വേണേൽ കുറച്ചുകൂടെ കുറച്ചെടുത്തോളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ വേണം ഇതൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഡോ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുമേ ഉള്ളൂ, ഇതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഞാനിവിടെ ഇച്ചിരി എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം, അത് ഒരു നല്ലൊരു ഭംഗി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് അടുത്തത് 2 പാർട്ടാക്കിയിട്ട് ഒന്നിൽ നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതും കുഴച്ചെടുത്തിട്ട് ഒന്ന് നീളത്തിലൊന്ന് ആക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2, ഇപ്പോൾ വെള്ളയും ഈ റോസ് കളറും കൂടി ഒന്നാക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പല രീതിയിലും നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഈ വെള്ള കളറിലുള്ളത് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഈ കളർ ചേർത്തത് അതിനുള്ളിലോട്ടാക്കി അകത്തോട്ടാക്കിയിട്ട് വെച്ചാലും നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ അകം ഒരു റോസ് കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ രണ്ടും ഭാഗത്താണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കുക. ഇനി ഞാൻ ചെയ്യുന്നത്, നമുക്ക് അടുപ്പിലോട്ട് വെള്ളം തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചത് ഇതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. 20 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. വെള്ളം കുറച്ച് തോനെ വെച്ചോളൂ. ഇപ്പോൾ വെള്ളം ഞാൻ ഇപ്പോൾ കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇത് കുഴാന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വാട്ടർ കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് ഇത് പുറത്തെടുത്തത്. 2 മണിക്കൂറിന് ശേഷമേ നിങ്ങൾ ഇത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിതെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം നിങ്ങൾക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഹാർഡായിട്ടാണ് തോന്നുന്നത്, സാരമാക്കണ്ട. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വെള്ള കളറിലുള്ളത് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ നമുക്കങ്ങ് ഫ്രൈ ചെയ്യാം. അപ്പോൾ അടുപ്പിലോട്ടൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ വെള്ള കളറിലുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഗോൾഡൻ നിറം ആയില്ലെങ്കിൽ ഇതിൻ്റെ ആ ഉള്ളു വേവാത്ത പോലെ ഇരിക്കും. നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ, ഒരുപാട് ബ്രൗൺ നിറമാകണ്ട, ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് കോരാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ള കളറിലുള്ള റൈസ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്തത് നമുക്ക് കളറിൽ ചെയ്ത ചിപ്സ് കൂടി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. ഒന്ന് തിരിച്ചിട്ട് കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള റൈസ് ചിപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.